ജൂൺ 30 റോമിലെ ആദ്യകാല രക്തസാക്ഷികൾ. തിരുസഭയുടെ ശൈശവകാലത്ത് റോമാ സാമ്രാജ്യത്തിൽ പലയിടത്തും മതപീഡനം പൊട്ടിപ്പുറപ്പെട്ടു. ഘോരമായ 8 ആദ്യത്തേത് AD 64 നീറോ ചക്രവർത്തിയുടെ കാലത്ത് ആരംഭിച്ചു. AD 95 ഡൊമിനീഷ്യനും AD 107 ട്രാജനും AD 135 ഹാർഡിയനും AD 180 മാർക്കസ് ഔറേലിയനും മതമർദ്ദനം തുടർന്നു. AD 222 സെപ്തിയൂസ് സെവേറിയൂസും AD 250 ഡേഷ്യസും AD 257 വലേറിയനും AD 303 ഡയോക്ലീഷ്യനും അതുതന്നെ ചെയ്തു. 250 വർഷത്തെ അതിക്രൂരമായ മതപീഡനത്തിന് ശേഷം ശാന്തത കൈവന്നത് AD 313 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മിലാൻ വിളംബരം പ്രശസ്തമായ ഡിക്രിയിലൂടെ ക്രിസ്തുമതം റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കുന്ന മഹാസംഭവത്തോടു കൂടിയാണ്. റോമൻ കാനൻ എന്നറിയപ്പെടുന്ന ദിവ്യബലി അർപ്പണത്തിലെ ഒന്നാമത്തെ കാനനിൽ ലീനസ്, ക്ലീറ്റസ്, ക്ലെമന്റ്, സിക്സ്തൂസ്, കൊർണേലിയൂസ്, സിപ്രിയൻ, ലോറൻസ്, ക്രൈസോഗോണസ്, ജോൺ ബോൾ, കോസ്മോസ്, ഡാമിയൻ എന്നിവരുടെ പേരുകൾ കൂദാശാവചനങ്ങൾക്ക് മുമ്പും ഇഗ്നേഷ്യസ്, അലക്സാണ്ടർ, മർസലിനൂസ്, പീറ്റർ, ഫെലിച്ചിത്ത, പെർപെത്തുവ, അഗാത്ത, ലൂസി, ആഗ്നസ്, സിസിലി, അനസ്താസിയ എന്നിവരുടെ നാമങ്ങൾ കൂദാശാവചനങ്ങൾക്ക് ശേഷവും ചൊല്ലുന്നു. ഇപ്പറഞ്ഞവർ അവരുടെ രക്തസാക്ഷിത്വത്താൽ ദൈവിക സത്യത്തിന് സാക്ഷ്യം വഹിച്ചവരാണ്. ഇപ്പറഞ്ഞ രക്തസാക്ഷികൾ ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ ചുടുനിണമാണ് തിരുസഭയുടെ വളർച്ചയ്ക്ക് കാരണമായത്. നമ്മുടെ വിശ്വാസം ജീവനുള്ള സത്യമാണെന്ന് കാണിച്ചു തരാൻ തിരുസഭ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ അവരെ പോലെ നമുക്കും സത്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നേക്കാം. ഇക്കാരണങ്ങളാൽ തിരുസഭ ആദ്യകാല രക്തസാക്ഷികളുടെ ഓർമ്മ ഇന്നേ ദിനം ആചരിക്കുന്നു. ആദ്യകാല രക്തസാക്ഷികളെ പോലെ തന്നെയാണ് ആധുനിക കാലത്തെ രക്തസാക്ഷികളുടെ എണ്ണവും വിശ്വാസവുമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. വചനം 1 കൊറിന്തോസ് 2 14-15 വാക്യങ്ങൾ. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകിയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു, അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല. വിചിന്തനം: വിശ്വാസത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്യുന്നത് ഒരാളുടെ വിശ്വാസത്തിനോ രാജ്യത്തിനു വേണ്ടി മാത്രമല്ല, സകലർക്കും വേണ്ടിയാണ്. അതിശ്രേഷ്ഠമായ ഈ അവകാശം ഉറപ്പിക്കാൻ രക്തസാക്ഷികൾ രക്തം ചിന്തി അനശ്വരമായ സത്യം അവകാശപ്പെടുത്താനും ദൈവത്തോടു കൂടി ആയിരിക്കാനും ദിവ്യമായ സ്വാതന്ത്ര്യത്തിനും വേണ്ടി തന്നെ.